ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യ ഭരിച്ച പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റുവാണ്. ഗുൽസാരിലാൽ നന്ദ എന്നാണ് പറഞ്ഞത്. ഗുൽസാരിലാൽ നന്ദ ഇന്ത്യയുടെ ഇടക്കാല പ്രധാനമന്ത്രിയാണ്. ജവഹർലാൽ നെഹ്റു 1964 മെയ് മാസം 27-ാം തീയതി അന്തരിച്ചു. മെയ് 27 അദ്ദേഹം അന്തരിച്ചതിന് ശേഷം ആര് പ്രധാനമന്ത്രിയായില്ല, താൽക്കാലിക പ്രധാനമന്ത്രിയായി ഗുൽസാരിലാൽ നന്ദ തെരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹം താൽക്കാലിക പ്രധാനമന്ത്രിയായിരുന്നു. ലാൽ ബഹദൂർ ശാസ്ത്രി 1964 ഗുൽസാരിലാൽ നന്ദ ഏതാനും ദിവസങ്ങൾ പ്രധാനമന്ത്രിയായതിനു ശേഷം ലാൽ ബഹദൂർ ശാസ്ത്രി ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം കൊണ്ടുവന്നത് ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. 1964 മുതൽ 1967 ഒക്ടോബർ 10-ാം തീയതി വരെ ലാൽ ബഹദൂർ ശാസ്ത്രിയായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ഒക്ടോബർ 11-ാം തീയതി റഷ്യയുടെ ഭാഗമായിരുന്ന താഷ്കെൻഡിൽ ദുരൂഹസാഹചര്യത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി മരിച്ചു കിടന്നു. അതിനുശേഷം വീണ്ടും താൽക്കാലിക പ്രധാനമന്ത്രി വന്നു. വീണ്ടും ഗുൽസാരിലാൽ നന്ദ ഒരു മാസത്തോളം ഇന്ത്യയുടെ താൽക്കാലിക പ്രധാനമന്ത്രിയായി. ഇന്ദിരാഗാന്ധി 1966 ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയായി. ലോകത്ത് തന്നെ ആദ്യമായി ഒരു രണ്ടാമത് വനിതാ പ്രധാനമന്ത്രിയാകുന്നത് ഇന്ദിരാഗാന്ധിയാണ്. ലോകത്ത് ആദ്യമായി വനിതാ പ്രധാനമന്ത്രിയാകുന്നത് സിരിമാവോ ബണ്ടാരനായിക എന്ന വനിതയാണ്. അത് ശ്രീലങ്കയുടെ പ്രധാനമന്ത്രിയായിരുന്നു. അന്ന് ശ്രീലങ്ക എന്ന പേര് സിലോൺ എന്നാണ് പേര്. സിലോണിന്റെ പ്രധാനമന്ത്രിയായിരുന്ന സിരിമാവോ ബണ്ടാരനായികയാണ് ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി. ലോകത്തെ രണ്ടാമത്തെ വനിതാ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. ഈ കുട്ടിയെ കണ്ടുപിടിക്കണം കേട്ടോ, എന്തൊരു മെമ്മറിയാണ്. അത് കഴിഞ്ഞ് മൊറാർജി ദേശായി അടിയന്തരാവസ്ഥ കഴിഞ്ഞ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ജനതാ പാർട്ടിയുടെ മൊറാർജി ദേശായി വന്നു. അദ്ദേഹത്തിന്റെ ജന്മദിനം ഫെബ്രുവരി 29 അതുകൊണ്ട് അദ്ദേഹം പറയും 4 വർഷം കൂടുമ്പോഴേക്കും ഒരു വയസ്സാവത്തുള്ളൂ. ഇന്ത്യ ഏറ്റവും പ്രായം ചെന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി, ഏറ്റവും പ്രായം കൂടിയ മനുഷ്യനായി ഇന്ത്യൻ പ്രധാനമന്ത്രിയായത് മൊറാർജി ദേശായിയാണ്.